ഗുഡ് ഈവനിങ് ടു ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ് ആണ്. അതായത് നമ്മുടെ ടെക്നിക്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിൽ വരുന്ന രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. എനിവേ നമുക്ക് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ് എന്താ നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡ്. എ മേജർ ഷോർട്ട് കമ്മിങ് ഓഫ് ദി കൺവെൻഷണൽ പേ ബാക്ക് പീരീഡ് മെത്തേഡ് ഈസ് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദി ടൈം വാല്യൂ ഓഫ് മണി. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പേ ബാക്ക് പീരീഡ് മെത്തേഡ് എന്താണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മെയിൻ ലിമിറ്റേഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, ടൈം വാല്യൂ ഓഫ് മണീനെ അവർ കൺസിഡർ ചെയ്യുന്നില്ല ഒരു മെത്തേഡിൽ നിന്ന്. ടു ഓവർകം ദിസ് ലിമിറ്റേഷൻ ദ ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡ് മെത്തേഡ് ഈസ് സജസ്റ്റഡ്. അപ്പോൾ ഈ ഒരു ലിമിറ്റേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് മെത്തേഡ് എന്ത് ചെയ്യുന്നത്, സജസ്റ്റ് ചെയ്യുന്നത്. In this modified method, cash flows are first converted into their present value by applying suitable discounting factors and then added to ascertain the period of time required to recover the initial outlay on the project. അതായത് ഈ ഒരു മോഡിഫൈഡ് മെത്തേഡിൽ ക്യാഷ് ഫ്ലോസിനെ ആദ്യം കൺവേർട്ട് ചെയ്യും. ഇങ്ങോട്ട് പ്രസൻറ്റ് വാല്യൂയിലോട്ട് ക്യാഷ് ഫ്ലോസിനെ കൺവേർട്ട് ചെയ്തതിന് ശേഷം അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിസ്കൗണ്ടിങ് ഫാക്ടേഴ്സ് വെച്ചിട്ട് ഇൻറ്റു ചെയ്യും. എന്നിട്ട് അതിലോട്ട് അതിനുശേഷം അത് ആഡ് ചെയ്യും. അതിനുശേഷം പിന്നെ അസർട്ടൈൻ ദ പീരിയഡ് ഓഫ് ടൈം റിക്വയർഡ് ടു റിക്കവർ ദ ഇനീഷ്യൽ ഔട്ട്ലേ ഓഫ് ദി പ്രൊജക്റ്റ്. അതായത് എത്ര സമയം വേണം ഇതൊക്കെ ചെയ്തതിന് ശേഷം എന്തിന്, റിക്കവർ ദ ഇനീഷ്യൽ ഔട്ട്ലേ ഓഫ് ദി പ്രൊജക്റ്റ്, ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഇനീഷ്യൽ ഔട്ട്ലേ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്, ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മുടെ പേ ബാക്ക് പീരീഡ് മെത്തേഡിൽ മെയിൻ ലിമിറ്റേഷൻ ആയിരുന്നു എന്ത് പറഞ്ഞത്, ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു ലിമിറ്റേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള മെത്തേഡിനെ ക്യാഷ് ഫ്ലോസിന് ആദ്യം കൺവേർട്ട് ചെയ്യും എങ്ങോട്ട്, പ്രസൻറ്റ് വാല്യൂയിലേക്ക്. എന്നിട്ട് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിസ്കൗണ്ടിങ് ഫാക്ടേഴ്സ് വെച്ചിട്ട് ഇൻറ്റു ചെയ്തിട്ട് അതിനെ ആഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അസർട്ടൈൻ ചെയ്യും ദ പീരിയഡ് ഓഫ് ടൈം റിക്വയർഡ് ടു റിക്കവർ ദ ഇനീഷ്യൽ ഔട്ട്ലേ ഓൺ ദി പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റിൻ്റെ ഇനീഷ്യൽ ഔട്ട്ലേ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സമയം വേണം, അതാണ് ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മോഡേൺ ടെക്നിക്സിൽ ഫസ്റ്റത്തെയാണിത്. ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്, NPV. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പ്രോബ്ലംസ് ഒക്കെ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പഠിച്ചിട്ട് തന്നെ പോവുക. പിന്നെ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്, അതും പഠിച്ചിട്ട് പോവുക കേട്ടോ. NPV കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. എനിവേ, അണ്ടർ ദിസ് മെത്തേഡ് ഓൾ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ആൻഡ് ഔട്ട് ഫ്ലോസ് ഡിസ്കൗണ്ടഡ് ടു പ്രസൻറ്റ് വാല്യൂസ്. അതായത് ഇൻഫ്ലോസ് എന്ന് പറയുമ്പോൾ ബെനിഫിറ്റ്സും ഔട്ട്ഫ്ലോസ് എന്ന് പറയുമ്പോൾ കോസ്റ്റുമാണ്. അതായത് ഫ്യൂച്ചറിലെ ക്യാഷ് ഇൻഫ്ലോസിനെയും അതുപോലെ തന്നെ ക്യാഷ് ഔട്ട്ഫ്ലോസിനും നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കൗണ്ട് ടു പ്രസൻറ്റ് വാല്യൂയിലോട്ടാക്കും. എന്നിട്ട് ദെൻ ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദി സം ഓഫ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ്. അതായത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസിൽ നിന്നും പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് എന്ത് ചെയ്യും, ഡിഡക്റ്റ് ചെയ്യും. ദ ബാലൻസ് എമൗണ്ട് ഈസ് NPV. അപ്പോൾ നമുക്ക് ബാലൻസ് വരുന്ന എമൗണ്ടിനെയാണ് എന്ത് പറയുന്നത്, NPV എന്ന് പറയുന്നത്, നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ NPV കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് എക്സാമിന് വരുന്നതാണ്. ദ NPV മേ ബി ഇതർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അപ്പോൾ ആ ബാലൻസ് വരുന്ന എമൗണ്ട് മേ ബി പോസിറ്റീവ് ആകാം, അല്ലെങ്കിൽ എന്താകാം, നെഗറ്റീവ് ആക്കാം. ഇഫ് ദ NPV ഈസ് പോസിറ്റീവ് ഇറ്റ് മീൻ ദാറ്റ് ദ ആക്ച്വൽ റേറ്റ് ഓഫ് റിട്ടേൺ മോർ ദാൻ ദി ഡിസ്കൗണ്ട് റേറ്റ്. അതായത് NPV പോസിറ്റീവ് ആണെന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുന്നത്, ആക്ച്വൽ റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടല്ലോ അത് ഡിസ്കൗണ്ട് റേറ്റിനേക്കാളും കൂടുതലാണ്. എ നെഗറ്റീവ് NPV ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദി പ്രൊജക്റ്റ് ഈസ് നോട്ട് ഈവൻ കവറിംഗ് ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് NPV നെഗറ്റീവ് ആണെന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, പ്രൊജക്റ്റ് എന്ത് കവർ ചെയ്യുന്നില്ല, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കവർ ചെയ്യുന്നില്ല. ഇറ്റ് മീൻസ് ദാറ്റ് ദ ആക്ച്വൽ റേറ്റ് ഓഫ് റിട്ടേൺ ലെസ് ദാൻ ദി ഡിസ്കൗണ്ട് റേറ്റ്. അപ്പോൾ അതായത് എന്താ ഉദ്ദേശിക്കുന്നത്, ആക്ച്വൽ റേറ്റ് ഓഫ് റിട്ടേൺ ഇന്ന് ഡിസ്കൗണ്ട് റേറ്റിനേക്കാളും കുറവാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ദ ഡിസ്കൗണ്ട് റേറ്റ് ഫോർ ഒബ്റ്റെയിനിങ് ദി പ്രസൻറ്റ് വാല്യൂ സം ഡിസൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ വിച്ച് മേ ബി ഈക്വൽ ടു ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ അത് മേ ബി എന്തിന് ഈക്വൽ ആയിരിക്കും, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് ഈക്വൽ ആയിരിക്കും. ഇഫ് ദ ഡിസ്കൗണ്ട് റേറ്റ് റിപ്രസെൻറ്റ് ദ കമ്പനീസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇവിടെ ഡിസ്കൗണ്ട് റേറ്റ് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ then the NPV represent the returns to the company's shareholders over the above the cost of capital. NPV represent ചെയ്യുന്നത് എന്തിനാണ്, കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ഇതുണ്ടല്ലോ, എന്താ ഡിവിഡൻറ്റ് ആയിട്ടൊക്കെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു എമൗണ്ട് അത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും കൂടുതലാണെങ്കിലാണ് ആ ഒരു NPV നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആസ് എ റിസൾട്ട് വി മേ സേ ദാറ്റ് പോസിറ്റീവ് NPV കോൺട്രിബ്യൂട്ട് ടു ദ വെൽത്ത് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. സോ നമുക്ക് എന്ത് പറയാം, പോസിറ്റീവ് NPV എന്ന് പറയുമ്പോൾ വെൽത്ത് ഓഫ് ഷെയർ ഹോൾഡേഴ്സിനുള്ള ഒരു കോൺട്രിബ്യൂഷനാണ്. NPV മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻവെസ്റ്റേഴ്സ് മെത്തേഡ്. NPV മെത്തേഡിൻ്റെ മറ്റൊരു പേരാണ് എന്ത് പറയുന്നത്, ഇൻവെസ്റ്റേഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പറയുന്നതാണ് അഡ്വാൻറ്റേജസ് ഓഫ് NPV.
അഡ്വാൻറ്റേജസ് ഓഫ് NPV എന്ന് പറയുമ്പോൾ ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ ടൈം വാല്യൂ ഓഫ് മണി. അതായത് ഇത് ടൈം വാല്യൂ ഓഫ് മണീനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇറ്റ് കൺസിഡർ ദ ക്യാഷ് ഫ്ലോ സ്ട്രീം ഓവർ ദി എൻറ്റയർ ലൈഫ് ഓഫ് ദി പ്രൊജക്റ്റ്. അതുപോലെ തന്നെ ഒരു പ്രൊജക്റ്റിൻ്റെ എൻറ്റയർ ലൈഫിലെ ക്യാഷ് ഫ്ലോ, അതായത് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ആ ഒരു പ്രൊജക്റ്റ് എത്ര കാലമാണോ നമ്മുടെ കമ്പനിയിലുള്ളത്, അപ്പോൾ ആ ഒരു പ്രൊജക്റ്റ് ഉള്ള കാലത്ത് നമുക്ക് അതിൽ നിന്ന് വരുന്ന ക്യാഷ് ഫ്ലോസിനെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഫോക്കസ് അറ്റൻഷൻ ഓൺ ദി ഒബ്ജക്റ്റീവ് ഓഫ് മാക്സിമൈസേഷൻ ഓഫ് ദി വെൽത്ത് ഓഫ് ദി ഫേം. അതായത് ഫേമിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഒബ്ജക്റ്റീവാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. ദിസ് മെത്തേഡ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ വെൻ ക്യാഷ് ഇൻഫ്ലോസ് ആർ നോട്ട് യൂണിഫോം. അതായത് ഈ മെത്തേഡ് എപ്പോഴും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എപ്പോഴാണ്, ക്യാഷ് ഇൻഫ്ലോസ് ആർ നോട്ട് യൂണിഫോം. അതായത് ഇയർലി ഒക്കെ നമ്മുടെ കമ്പനിയിലേക്ക് വരുന്ന ക്യാഷ് ഇൻഫ്ലോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് സെയിം അല്ലാത്ത, അതായത് ഈ വർഷം ഒരു എമൗണ്ട്, നെക്സ്റ്റ് ഇയർ വേറൊരു എമൗണ്ട്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എമൗണ്ട് വരികയാണെങ്കിലാണ് ഈ മെത്തേഡ് കൂടുതലായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇറ്റ് ഈസ് ഹൈലി യൂസ്ഫുൾ ഇൻ കേസ് ഓഫ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്റ്റ്. അതായത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റിൽ ഇതെന്താണ്, ഹൈലി യൂസ്ഫുൾ ആണ്. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിവേ നെക്സ്റ്റ് നമുക്ക് ഡിസഡ്വാൻറ്റേജസ് ഓഫ് NPV നോക്കാം. ദിസ് മെത്തേഡ് മേ നോട്ട് പ്രൊവൈഡ് സാറ്റിസ്ഫാക്ടറി റിസൾട്ട്. ഇത് നമുക്കൊരു സാറ്റിസ്ഫാക്ടറി റിസൾട്ട് എന്ത് ചെയ്യുന്നില്ല, പ്രൊവൈഡ് ചെയ്യുന്നില്ല. ദിസ് മെത്തേഡ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഇൻ കേസ് ഓഫ് പ്രൊജക്റ്റ് ഇൻവോൾവിംഗ് ഡിഫറെൻറ്റ് എമൗണ്ട്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഡിഫറെൻ്റ് എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രൊജക്റ്റിൽ എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കേസിലും നമുക്ക് ഈ മെത്തേഡ് സ്യൂട്ടബിൾ അല്ല. നെക്സ്റ്റ് പറയുന്നതാണ് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു സെലക്ട് ദ ഡിസ്കൗണ്ട് റേറ്റ്. ഡിസ്കൗണ്ട് റേറ്റ് സെലക്ട് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൾട്ടാണ്. ഇറ്റ് ഇൻവോൾവ്സ് കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻസ്. ഇതിൽ എന്ത് വരുന്നുണ്ട്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് വരുന്നുണ്ട്. അതാണ് ഞാൻ മെയിനായിട്ട് ഇതിൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാത്തത്. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് ഓർ ഡിസ്കൗണ്ട് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡിസ്കൗണ്ടഡ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ എന്നായിരുന്നു. സോ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. ഓക്കെ, anyway, two projects having different investment outlay cannot be compared by net present value method because it indicates the NPV in absolute terms. അതായത് രണ്ട് പ്രൊജക്റ്റ് തരികയാണെങ്കിൽ അതിൽ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലേ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് പ്രകാരം നമുക്കത് കമ്പയർ ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇൻ സച്ച് എ സിറ്റുവേഷൻ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് ഷുഡ് ബി അപ്ലൈഡ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ കഴിയും. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഈസ് ദ റേഷ്യോ ഓഫ് ബെനിഫിറ്റ്സ് ടു കോസ്റ്റ്. അതായത് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു റേഷ്യോ ആണ്. ഇതിൻ്റെ റേഷ്യോ ആണ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. അതായത് ബെനിഫിറ്റ്സിൻ്റെയും കോസ്റ്റിൻ്റെയും ഒരു റേഷ്യോ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ടു ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. അതായത് ഇറ്റ് ഈസ് ദ റേഷ്യോ, ഈ റേഷ്യോ എന്ന് പറയുന്നത് ക്യാഷ് ഇൻഫ്ലോസിൻ്റെയും, അതായത് പ്രസൻറ്റ് ക്യാഷ് ഇൻഫ്ലോസിൻ്റെയും പ്രസൻറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോസിൻ്റെയും ഒരു റേഷ്യോ. ദസ് ഇറ്റ് മെഷർ ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് റിട്ടേൺസ്. അപ്പോൾ ഇതെന്താ മെഷർ ചെയ്യുന്നത്, റിട്ടേണിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആണ് ഇത് മെഷർ ചെയ്യുന്നത്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് ഈസ് ഓൾസോ കോൾഡ് ഡിസ്കൗണ്ടഡ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ ഓർ പ്രസൻറ്റ് വാല്യൂ ഇൻഡെക്സ്. ഈ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡിൻ്റെ മറ്റൊരു പേരാണ് എന്ത്, ഡിസ്കൗണ്ടഡ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ഇൻഡെക്സ്. ഇറ്റ് ഈസ് പെർട്ടിക്കുലർലി യൂസ്ഫുൾ ടു കമ്പയർ ദി പ്രൊജക്ട്സ് ഹാവിംഗ് ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലേസ്. അതായത് ഈ ഒരു പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ, ടു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലേസ് ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് കോസ്റ്റ് റേഷ്യോ അതെന്താണ്, ആക്ച്വലി അതൊരു റേഷ്യോ ആണ്. എന്തിൻ്റെ റേഷ്യോ ആണ്, ക്യാഷ് ഇൻഫ്ലോസിൻ്റെയും ക്യാഷ് ഔട്ട്ഫ്ലോസിൻ്റെയും പ്രസൻറ്റ് വാല്യൂയുടെ ഒരു റേഷ്യോനെയാണ് എന്ത് പറയുന്നത്, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, എനിവേ ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് profitability index method is that it can also explain the NPV position of an investment. അതായത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ NPV പൊസിഷൻ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. If profitability index is equal to 1 then NPV will be equal to 0. അതായത് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഒന്നിനോട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ NPV എന്തായിരിക്കും, NPV എന്ന് പറയുമ്പോൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂ 0 ആയിരിക്കും. അതല്ല ഇനി പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഇഫ് ലെസ് ദാൻ 1 ആണെങ്കിലോ NPV വിൽ ബി നെഗറ്റീവ് ആയിരിക്കും. അതായത് ഞാൻ ഒന്നും കൂടെ വേണം എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലെ NPVയുടെ അതായത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പൊസിഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഈക്വൽ ടു 1 ഒന്നിനോട് ഈക്വൽ ആണെങ്കിൽ NPV എന്തായിരിക്കും, ഈക്വൽ ടു 0ക്ക് ഈക്വൽ ആയിരിക്കും. ഇനി അതല്ല പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഒന്നിനേക്കാൾ കൂടുതലാണെങ്കിൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 1 ഒന്നിനേക്കാൾ, അതായത് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഒന്നിനേക്കാൾ കുറവാണെങ്കിൽ NPV വിൽ ബി നെഗറ്റീവ്, NPV എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അതാണ് പറയുന്നത്. Profitability index is particularly useful for appraising the project on the basis of their profitability.
അതായത് പ്രോഫിറ്റബിലിറ്റീൻ്റെ ബേസിൽ പ്രൊജക്റ്റിന് ഇവാലുവേറ്റ് ചെയ്യുക. അതിനാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മേ ബി 2 മാർക്സിൻ്റെ 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി എഴുതുക കേട്ടോ. ഓക്കെ, ഇനി അതിൻ്റെ ഇക്വേഷൻ ആണ് പറയുന്നത്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഡിവൈഡഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. ഓക്കെ, ഇതാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്. ഇനി നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജസ് പറയും. അഡ്വാൻറ്റേജസ് ഓഫ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. ഇറ്റ് ഈസ് വെരി സയൻറ്റിഫിക് ആൻഡ് ലോജിക്കൽ. ഓക്കെ, ഇത് സയൻറ്റിഫിക് ആൻഡ് ലോജിക്കലാണ്. പിന്നെ ഇറ്റ് കൺസിഡർ ദി ഫെയർ റേറ്റ് ഓഫ് റിട്ടേൺ. ഇത് ഫെയർ റേറ്റ് ഓഫ് റിട്ടേൺ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ കേസ് ഓഫ് ക്യാപിറ്റൽ റേഷനിങ്. ക്യാപിറ്റൽ റേഷനിങ്ങിൻ്റെ കേസിൽ ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ടു കമ്പയർ ദി പ്രൊജക്റ്റ് ഹാവിങ് ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. രണ്ട് പ്രൊജക്റ്റ് തരികയാണെങ്കിൽ അതിൽ രണ്ടിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ഒരു മെത്തേഡ് വളരെ യൂസ്ഫുൾ ആണ്. ഇറ്റ് റിഫ്ലെക്ട്സ് ടൈം വാല്യൂ ഓഫ് മണി. അതായത് ഇത് ടൈം വാല്യൂ ഓഫ് മണീനെ എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് കൺസിഡേഴ്സ് ഓൾ ക്യാഷ് ഫ്ലോസ് ഡ്യൂറിങ് ദി ലൈഫ് ഓഫ് ദി പ്രൊജക്റ്റ്. അതായത് നമ്മുടെ ആ ഒരു പ്രൊജക്റ്റിൻ്റെ ലൈഫ് ഉണ്ടല്ലോ കംപ്ലീറ്റ്, ആ പ്രൊജക്റ്റ് നമ്മുടെ ഓർഗനൈസേഷനിൽ എത്ര കാലമാണോ നിലനിൽക്കുന്നത്, അപ്പോൾ ആ നിലനിൽക്കുന്നത് കാലം വരെയുള്ള ക്യാഷ് ഫ്ലോസിനെ അത് കൺസിഡർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് നോക്കാം. ദിസ് മെത്തേഡ് ഈസ് നോട്ട് ആൻ അക്കോർഡൻസ് വിത്ത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് കോൺസെപ്റ്റ്. ഈ ഒരു മെത്തേഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെയും കോൺസെപ്റ്റിൻ്റെയും എന്തില്ല, ബേസിലല്ല. ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഫോളോ. ഇത് നമുക്ക് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഫോളോ ചെയ്യാനും കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഡിഫിക്കൽട്ട് ടു എസ്റ്റിമേറ്റ് ദ എഫക്റ്റീവ് ലൈഫ് ഓഫ് എ പ്രൊജക്റ്റ്. It cannot be used for comparing this projects having unequal lives. It is not useful when many small projects have to aggregate and compare with a large project. ഓക്കെ, ഇതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. എല്ലാത്തിൻ്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പഠിക്കുക കേട്ടോ. ആ NPV ഒക്കെ ഇല്ലേ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പഠിക്കണം. ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, അത് പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ അത് നിർബന്ധമായിട്ടും പഠിക്കുക കേട്ടോ. എല്ലാത്തിൻ്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, കാരണം അതൊക്കെ എക്സാമിന് വരാൻ ചാൻസ് കൂടുതലാണ് 5 മാർക്സിനൊക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതാണ് കമ്പാരിസൺ ഓഫ് NPV ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. അതായത് NPVൻ്റെയും പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിൻ്റെയും ഒരു കമ്പാരിസൺ പറയുന്നുണ്ട്. കമ്പാരിസൺ എന്ന് പറയുമ്പോൾ സിമിലാരിറ്റീസും പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഡിഫറൻസസും പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് സിമിലാരിറ്റീസ് നോക്കാം. എനിവേ, സിമിലാരിറ്റീസ് 1, ബോത്ത് സാറ്റിസ്ഫൈ ദ പ്രിൻസിപ്പിൾ ഓഫ് ടൈം വാല്യൂ ഓഫ് മണി. അതായത് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഇത് രണ്ടും NPVയും അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സും ഈ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റത്തെ. പിന്നെ ബോത്ത് ആർ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ്. അതായത് ഈ രണ്ട് ടെക്നിക്സും അതെന്താണ്, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ് ആണ്. നെക്സ്റ്റ് പറയുന്നതാണ് ബോത്ത് വിൽ ഗിവ് ദ സെയിം അക്സെപ്റ്റ് റിജക്റ്റ് ഡിസിഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഡിഫറൻസസ്. എനിവേ, ദ NPV ഈസ് ആൻ അബ്സല്യൂട്ട് മെഷർ ഓഫ് എ പ്രൊജക്റ്റ് അക്സെപ്റ്റബിലിറ്റി, വെറാസ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഈസ് എ റിലേറ്റീവ് മെഷർ. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് അതായത് NPV എന്താ മെഷർ ചെയ്യുന്നത്, പ്രൊജക്റ്റിൻ്റെ അക്സെപ്റ്റബിലിറ്റിയാണ്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ റിലേറ്റീവ് മെഷർ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് NPV ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മേ ഗിവ് ഡിഫറെൻറ്റ് ഇവാലുവേഷൻ റിസൾട്ട് വെൻ ഇനീഷ്യൽ കോസ്റ്റ് ആൻഡ് മോണിറ്ററി ബെനിഫിറ്റ്സ് ആർ ഡിഫറെൻറ്റ്. അതായത് ഇനീഷ്യൽ കോസ്റ്റും മോണിറ്ററി ബെനിഫിറ്റ്സും ഡിഫറെൻ്റ് ആകുമ്പോൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂയും പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇവാലുവേഷൻ റിസൾട്ട് ആയിരിക്കും നമുക്ക് തരിക. ഇൻ ടൈംസ് ഓഫ് ക്യാപിറ്റൽ റേഷനിങ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് വുഡ് ഗിവ് സുപ്പീരിയർ റിസൾട്ട്സ്. നാലാമത്തെയാണ് ഇൻ ഓൾ കേസസ് എക്സെപ്റ്റ് ഇൻ ക്യാപിറ്റൽ റേഷനിങ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ടെക്നിക് ഈ സുപ്പീരിയർ ടു പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ടെക്നിക്സ്. അതായത് ഈ PI എന്ന് പറയുന്ന പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ആണ് കേട്ടോ. NPV എന്ന് പറയുന്നത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ടെക്നിക്സ് ആണ് ഇത്. ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ലാസ്റ്റുള്ള ടെക്നിക്കാണ് കേട്ടോ. എനിവേ, നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് ഇൻഡിക്കേറ്റ് ദ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ് ഓഫ് എ പ്രൊജക്റ്റ് അറ്റ് എ പ്രീഡിറ്റർമൈൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് എന്ത് മാത്രമേ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഒരു പ്രൊജക്റ്റിൻ്റെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ് മാത്രം, അതും പ്രീഡിറ്റർമൈൻഡ് ഇൻട്രസ്റ്റ് റേറ്റിൽ. ഓക്കെ, ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് ദി പ്രൊജക്റ്റ്. അതായത് ഇത് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒരു പ്രൊജക്റ്റിലെ റേറ്റ് ഓഫ് റിട്ടേൺ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദി റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് എ പ്രൊജക്റ്റ്. അപ്പോൾ നമ്മൾ ഒരു പ്രൊജക്റ്റിലെ റേറ്റ് ഓഫ് റിട്ടേൺ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്റ്റിമേറ്റഡ് നെറ്റ് ക്യാഷ് ഇൻഫ്ലോസ് ഓഫ് ഈച്ച് ഇയർ, ഓരോ വർഷത്തെയും നെറ്റ് ക്യാഷ് ഇൻഫ്ലോസ് ഉണ്ടല്ലോ, അറ്റ് ഡിസ്കൗണ്ട് അറ്റ് വേരിയസ് റേറ്റ്. അതായത് ഓരോ വർഷത്തെയും നെറ്റ് ക്യാഷ് ഇൻഫ്ലോസ് നമ്മൾ വേരിയസ് ആയിട്ടുള്ള റേറ്റിൽ ഡിസ്കൗണ്ട് ചെയ്യണം. till a rate is obtained at which the present value of cash inflows is equal to the initial investment. അതായത് ഈ നെറ്റ് ക്യാഷ് ഇൻഫ്ലോസ് നമ്മൾ റേറ്റ് ഓഫ് റിട്ടേൺ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഓരോ വർഷത്തെയും ക്യാഷ് ഇൻഫ്ലോസിനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റേറ്റ്സ് വെച്ചിട്ട് ഡിസ്കൗണ്ട് ചെയ്യണം. എത്ര കാലം വരെ, പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഈക്വൽ ടു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആകുന്നത് വരെ.
അതല്ലാന്നുണ്ടെങ്കിൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ കം ടു 0 ആവുന്നത് വരെ ഓരോ വർഷത്തെയും ക്യാഷ് ഇൻഫ്ലോസിനെ നമ്മൾ വേരിയസ് ആയിട്ടുള്ള റേറ്റ്സിൽ ഡിസ്കൗണ്ട് ചെയ്യണം. എന്നിട്ട് അപ്പോൾ അതെന്ത് ചെയ്യും, പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അത് രണ്ടും ഈക്വൽ ആകും. സച്ച് എ റേറ്റ് ഈസ് കോൾഡ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ടൈം അഡ്ജസ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ. ഇതിൻ്റെ മറ്റൊരു പേരാണ് എന്ത്, ടൈം അഡ്ജസ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. Okay, it is also called because it gives due importance to the time value of money. IRR was first introduced by Joel Dean. നമുക്ക് അതിൻ്റെ ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ളത് നോക്കാം. ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ദി റേറ്റ് ഓഫ് റിട്ടേൺ അറ്റ് വിച്ച് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താ, ഈസ് ദ റിട്ടേൺ അറ്റ് വിച്ച് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോയും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റും എന്താ ഈക്വൽ ആവുന്ന ഒരു സിറ്റുവേഷൻ. അതിനെയാണ് എന്ത് പറയുന്നത്, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണും ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ നോക്കാം. അഡ്വാൻറ്റേജ് ഫസ്റ്റ് പോയിന്റ് ആണ്, ദിസ് മെത്തേഡ് കൺസിഡർ ഓൾ ദി ക്യാഷ് ഫ്ലോസ് ഓവർ ദി എൻറ്റയർ ലൈഫ് ഓഫ് ദി പ്രൊജക്റ്റ്. അതായത് ഒരു പ്രൊജക്റ്റിൻ്റെ എൻറ്റയർ ലൈഫിൽ ക്യാഷ് ഫ്ലോസ് മുഴുവനായിട്ടും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദി ടൈം വാല്യൂ ഓഫ് മണി. അതായത് ടൈം വാല്യൂ ഓഫ് മണി ഇത് കൺസിഡർ ചെയ്യുന്നുണ്ട്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നീഡ് നോട്ട് ബി കാൽക്കുലേറ്റഡ്. IRR gives a true picture of the profitability. IRR ഇന്ന് നമുക്കൊരു പ്രോഫിറ്റബിലിറ്റിൻ്റെ ഒരു ട്രൂ പിക്ചർ തരുന്നുണ്ട്. പ്രൊജക്റ്റ് ഹാവിങ് ഡിഫറെൻറ്റ് ഡിഗ്രീസ് ഓഫ് റിസ്ക് ആൻഡ് ഈസിലി കമ്പയർഡ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ദ IRR മെത്തേഡ് ഈസ് ഡിഫിക്കൾട്ട് ടു അണ്ടർസ്റ്റാൻഡ്. നമുക്ക് IRR മെത്തേഡ് എന്താണ്, കുറച്ച് ഡിഫിക്കൾട്ടാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് പറയുന്നതാണ്, അണ്ടർ സെർട്ടൈൻ കണ്ടീഷൻസ് ഇറ്റ് ബിക്കംസ് വെരി ഡിഫിക്കൾട്ട് ടു ടേക്ക് എനി ഡിസിഷൻസ്. അതായത് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ചില കണ്ടീഷൻസ് നോക്കുമ്പോൾ വളരെ ഡിഫിക്കൾട്ടാണ്. സംടൈംസ് ഇറ്റ് മേ ഇൽഡ് നെഗറ്റീവ് റേറ്റ് ഓർ മൾട്ടിപ്പിൾ റേറ്റ് വിച്ച് ഈസ് റേദർ കൺഫ്യൂസിങ്. മേ ബി ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ട് ആൻസറൊക്കെ വരാം. അപ്പം നമുക്ക് കൺഫ്യൂസിങ് ആവാൻ ചാൻസ് ഉണ്ട്. ഇറ്റ് ഈൽഡ് റിസൾട്ട് inconsistent with the NPV method if project different in their expected lifespan, investment timing of cash flows. It is applicable mainly in large project. ഇത് മെയിൻലി അപ്ലൈ ചെയ്യുന്നത് എവിടെ, ലാർജ് പ്രൊജക്റ്റിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസഡ്വാൻറ്റേജസ് അല്ലേ പറഞ്ഞത്. നമുക്ക് കമ്പാരിസൺ ബിറ്റ്വീൻ NPV ആൻഡ് IRR, ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ നോക്കാം. ബോത്ത് കൺസിഡർ ടൈം വാല്യൂ ഓഫ് മണി. സിമിലാരിറ്റീസ് ആട്ടോ നമ്മൾ ആദ്യം പറയുന്നത്. ബോത്ത് കൺസിഡർ ടൈം വാല്യൂ ഓഫ് മണീനെ രണ്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്. ബോത്ത് ലീഡ് ടു ദ സെയിം ആക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻസ് ഡിസിഷൻ റൂൾ വെൻ ദർ ഈസ് എ സിംഗിൾ പ്രൊജക്റ്റ്. നെക്സ്റ്റ്, ബോത്ത് മെത്തേഡ്സ് യൂസ് ക്യാഷ് ഇൻഫ്ലോസ് ആഫ്റ്റർ ടാക്സ്. ബോത്ത് കൺസിഡർ ക്യാഷ് ഇൻഫ്ലോസ് ത്രൂ ഔട്ട് ദി ലൈഫ് ഓഫ് ദി പ്രൊജക്റ്റ്. ഇതാണ് അതിൻ്റെ സിമിലാരിറ്റീസ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിഫറൻസ് നോക്കാം. NPV ആദ്യം, പിന്നെ interest rate of return. The minimum desired rate of return is assumed to be known. The minimum desired rate of return is to be determined. It follows the objective of shareholders' wealth maximization. It does not follow the objective of shareholders' wealth maximization. It implies that the cash inflows are invested at the rate of firm's cost of capital. It implies that cash inflows are reinvested at the IRR of the project. Next, it gives absolute return, it gives percentage return. The NPV of different project can be added. The IRR of different project cannot be added. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് NPV മെത്തേഡ് ഓവർ IRR മെത്തേഡ്. അതായത് IRR മെത്തേഡിനേക്കാളും NPV മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. NPV പ്രൊവൈഡ് ആൻ അബ്സല്യൂട്ട് എമൗണ്ട് ഓഫ് നെറ്റ് അഡീഷൻ ടു ദി ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. In NPV method, a reinvestment rate for each project in the same, but IRR provide different rate for different project. NPV always rank mutually exclusive project correctly, but IRR may not be able to give correct ranking. In NPV method, the discount rate is the cost of capital, thus it is easy to select the discount rate. അപ്പോൾ ഈ ഒരു സിമിലാരിറ്റീസും അതുപോലെ തന്നെ ഈ ഒരു ഡിഫറൻസും അതുപോലെ തന്നെ ഈ ഒരു സിമിലാരിറ്റീസ് പിന്നെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ പഠിക്കാൻ കേട്ടോ. കാരണം 5 മാർക്കിനൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. എനിവേ ഈ ചാപ്റ്റർ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 5th ചാപ്റ്ററാണ് നോക്കാനുള്ളത്. 5th 6th കൂടെ കഴിഞ്ഞാൽ ഈ ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ആയി. അതിനുശേഷം നമുക്ക് റിവിഷൻ നോക്കാം. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനൊക്കെ നമുക്ക് നോക്കാം കേട്ടോ എന്തായാലും ഈ ഒരു സബ്ജക്റ്റ്. എനിവേ താങ്ക് യു.